മലയാള സാഹിത്യത്തിലെ അതികായനായിരുന്ന VKN ഓർമ്മയായിട്ട് ഇന്ന് 22 കൊല്ലം തികയുന്നു. സ്വന്തം ജീവിതാനുഭവങ്ങളിൽ നിന്ന് കഥകൾക്കുള്ള വിഷയങ്ങൾ കണ്ടെടുത്ത VKNന്റെ പയ്യനും ചാത്തൻസും എല്ലാം മലയാളിയുടെ ആസ്വാദന ലോകത്ത് പുതിയ പാതകൾ വെട്ടിത്തുറന്നു. മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത ഒരു ശൈലിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ബ്ലാക്ക് ഹ്യൂമറിന്. സമൂഹത്തിലെ തിന്മകൾക്കെതിരെയുള്ള പ്രതിഷേധമായിരുന്നു VKN കൃതികൾ. ഹാസ്യത്തിലൂടെ അവതരിപ്പിക്കുമ്പോഴും മൂർച്ചയേറിയ വാക്കുകൾ വിമർശനത്തിന്റെ കൂരമ്പുകളായി മാറി. ഫലിതത്തിനപ്പുറം ആഴത്തിലുള്ള ജീവിത വിമർശനങ്ങളായിരുന്നു ആ രചനകൾ ഏറെയും. VKN സമ്മാനിച്ച വേറിട്ട ലോകം വായനക്കാരിൽ ചിരിയും ചിന്തയും പടർത്തി. ചരിത്രവും രാഷ്ട്രീയവും മാത്രമല്ല, ജ്യോതിഷവും ക്രിക്കറ്റും ആറ്റം ബോംബും കഥകളിയും കൃഷിയും ബ്യൂറോക്രസിയും ആ എഴുത്തിൽ നിറഞ്ഞു. വ്യക്തിജീവിതത്തിൽ ഉണ്ടാകുന്ന വേദനയും അമർഷവും ആത്മനിന്ദയുമെല്ലാം VKN ഇരുന്ന് ചിരിക്കാനുള്ള സന്ദർഭങ്ങളാക്കി മാറ്റി. സ്വന്തം ജീവിതാനുഭവങ്ങളിൽ നിന്ന് കഥകൾക്കുള്ള വിഷയങ്ങൾ കണ്ടെടുത്ത VKNന്റെ പയ്യനും ചാത്തൻസുമെല്ലാം മലയാളിയുടെ ആസ്വാദന ലോകത്ത് പുതിയ വഴികൾ വെട്ടി. പയ്യൻ, ക്ലിയോപാട്ര, ചൂർണാനന്ദൻ, ഹാജ്യാര് തുടങ്ങിയ കഥാസമാഹാരങ്ങളും അസുരവാണി, ആരോഹണം, പിതാമഹൻ, സിൻഡിക്കേറ്റ് തുടങ്ങി നിരവധി നോവലുകളും VKNന്റെ സംഭാവനകളാണ്. വേറിട്ട രചനാശൈലിയിലൂടെ മലയാളിയെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത VKN സ്വന്തം കാലഘട്ടത്തെ അറിയുകയും വിമർശനാത്മകമായി പ്രതികരിക്കുകയും ചെയ്തു. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.